സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് കർണാടക എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികളെയാണ്. അവിടെ പഠിക്കാൻ വരുന്ന 3 കഥാപാത്രങ്ങളായ ശാന്തനെയും ബിബിനെയും അജുവിനെയും കാണിക്കുന്നുണ്ട്. ഇതിൽ ബിബിയും അജുവും മുൻപേ പരിചയക്കാരാണ്. അപ്പോഴാണ് BK എന്നു പേരുള്ള ക്ലർക്ക് അവരുടെ പാരന്റ്സിനോട് പുറത്തുള്ളൊരു ഹോസ്റ്റലിലേക്ക് മാറാൻ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്. കോളേജ് ഹോസ്റ്റലിനേക്കാൾ സ്ട്രിക്റ്റ് ആണെന്നും പറഞ്ഞ് അയാൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അവിടെയുള്ള ഹോസ്റ്റലിൽ ഇവരുടെ റൂംമേറ്റായി ശാന്തനായിരുന്നു. ബിബിൻ ശാന്തനെ അവന്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ബിബിയുടെ അമ്മയാണെങ്കിൽ ആരെ കണ്ടാലും ബിബിൻ മോൻ എപ്പോഴും പറയാറുണ്ട്, മോൻ ഹാപ്പി അല്ലേ എന്നും ചോദിക്കും. ഇവരുടെ ഹോസ്റ്റലാണെങ്കിലോ ഫുൾ സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം കോളേജിലെത്തിയ ഇവർ കണ്ടത് സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗിംഗ് ചെയ്യുന്നതാണ്. അവരുടെ ലീഡർ കുട്ടി എന്ന് പറയുന്ന ഒരുത്തനായിരുന്നു. നമ്മൾ 22 പേരും ഒറ്റക്കെട്ടായി നിന്നാൽ ഒരുത്തനെയും പേടിക്കേണ്ട എന്ന് അജു എല്ലാവരോടുമായി പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ധൈര്യത്തോടെ കോളേജിലേക്ക് പോയി. അങ്ങനെ റാഗിങ്ങിൽ നിന്നെല്ലാം ഇവർ രക്ഷപ്പെട്ടു. എന്നാൽ അതിനിടയിൽ ശാന്തൻ പോയി അവരെയെല്ലാം കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബിബിയും അജുവും ഹോസ്റ്റലിനുടെ മുന്നിലൂടെ നടക്കുമ്പോൾ ശാന്തൻ വന്ന് പറയുന്നു, സീനിയേഴ്സ് എന്റെ പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞു നീ പോടാ പുല്ലേ എന്ന്. ശാന്തൻ ഒരു കൂസലുമില്ല. അങ്ങനെ ഇവർ പറഞ്ഞിരിക്കുമ്പോഴാണ് ബൈക്കിൽ 2 പേർ വരുന്നത്. അതിന്റെ ബാക്കിൽ ഇരിക്കുന്നവനായിരുന്നു ഇവരുടെ ലീഡർ കുട്ടി. ഡാ നീ വേഗം റൂമിലോട്ട് വാ, മുൻപിലത്തെ ചെറുക്കൻ ശാന്തനോട് പറഞ്ഞു. വരില്ലെന്ന് ശാന്തൻ തറപ്പിച്ചു പറഞ്ഞു. കുട്ടി ചൂടായപ്പോൾ അജു എന്ന് പറഞ്ഞു, ചേട്ടാ സീനിയേഴ്സ് ഒക്കെ അങ്ങ് കോളേജിൽ, ഇത് ഹോസ്റ്റലാണ്, നിങ്ങൾ പോവാൻ നോക്ക്. ഇത് കേട്ടതും കലിപ്പിൽ അവർ അങ്ങ് പോയി. അങ്ങനെ സീനിയേഴ്സിനെ നേരിടാൻ രണ്ടും കൽപ്പിച്ച് അജുവും ബാക്കിയുള്ള 21 പേരും ഉറക്കം മുളച്ച് ആയുധവുമായി കാത്തുനിന്നു. എന്നാൽ ആരും വരാതായപ്പോൾ ഇവർ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നത്. ഇവരുടെ വാർഡനായ BK സീനിയേഴ്സ് നെഞ്ചത്ത് ചവിട്ടി നിർത്തി തല്ലുന്നതായിരുന്നു ഇവർ കണ്ട കാഴ്ച. പേടിച്ച് ബാക്കിയുള്ള പിള്ളേരെല്ലാം ഓടിപ്പോയി കഥകടച്ചു. ശാന്തനും ബിബിനും അജുവും ശരിക്കും പെട്ടെന്ന് തന്നെ വേണം പറയാൻ. സീനിയേഴ്സിന്റെ ഗ്യാങ് ലീഡർ കുട്ടിയെ അന്ന് ഇവരോട് വസ്ത്രങ്ങൾ അഴിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇവർ 3 പേരെയും അവരുടെ വണ്ടിയിൽ കടത്തിക്കൊണ്ട് പോയി 2 ദിവസം നന്നായി തല്ലിച്ചതയ്ക്കുന്നു. അതിനുശേഷം അവർക്ക് മദ്യവും ഭക്ഷണവും വാങ്ങിച്ചു കൊടുക്കുന്നു. ഇനി നിങ്ങളും ഞങ്ങളുടെ ആളുകളായെന്ന് കുട്ടി ഇവരോടായി പറയുന്നു. എന്നാൽ ഇവർക്ക് അവരുടെ ഗ്യാങ്ങിൽ ചേരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. തിരിച്ച് ഹോസ്റ്റലിലെത്തിയ ഇവർ അവിടെയുള്ളവരോട് നടന്നതെല്ലാം പറയുന്നു. എന്നാൽ അജുവിന് മാത്രം അവരോടുള്ള ദേഷ്യം മറക്കാൻ പറ്റുമായിരുന്നില്ല. ബിബിയും അജുവും അവരെ തിരിച്ചടിക്കണമെന്ന് ശാന്തനോട് പറയുന്നു. നമ്മൾ ഇവിടെ ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നും അങ്ങനെ അവരെ തിരിച്ചടിക്കണമെന്നും അജും ഇരുവരോടുമായി പറയുന്നു. അങ്ങനെ ഗുണ്ടകളെ തപ്പാനായി അവർ എല്ലാ ബാറുകളിലും പോയി മദ്യപിക്കാൻ തുടങ്ങി. എന്നാൽ അവർക്ക് പറ്റിയ ആരുമെങ്ങും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ മയൂരി ബാറിലെത്തി. അതിന്റെ ഓണർ ഒരു ഗുണ്ടയാണെന്നും ഇവിടെ സ്ഥിരമായി മദ്യപിക്കാൻ വന്നാൽ അങ്ങേരുമായി കണക്ഷൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞായിരുന്നു അജു ശാന്തനെയും ബിബിയെയും കൂട്ടിക്കൊണ്ട് അവിടെ എത്തിയത്. എന്നാൽ ഓണറിനെ പരിചയപ്പെടാൻ അവർ നടത്തിയ ശ്രമമെല്ലാം വിഫലമായി. അങ്ങനെ ഒരു ദിവസം ടോയ്ലറ്റിൽ ക്യൂ നിന്ന് ഇവർ മൂത്രം ഒഴിക്കുമ്പോഴാണ് എടാ മോനെ ലേറ്റർ ഉണ്ടോ എന്ന് ഒരാൾ ബിബിയോട് ചോദിക്കുന്നത്. എന്നാൽ യൂറിൻ പാസ് ചെയ്തിട്ട് ലേറ്റർ തരാമെന്ന് ബിബി പറഞ്ഞിട്ടും അയാൾ തന്റെ സിഗരറ്റ് ബിബിയുടെ സിഗരറ്റിൽ നിന്ന് കത്തിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഈ മൂവിയിലെ പ്രധാന കഥാപാത്രം രംഗൻ. എന്നാൽ ഇവർക്കൊന്നും രംഗനെ ഒരു വലിയ റൗഡിയാണെന്ന് അറിയുകയുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ബാറിന്റെ ഓണറായ ഗുണ്ടയെ തിരിഞ്ഞിവർ എത്തി. അങ്ങനെ ഇരുന്ന് സംസാരിക്കാനായി ഒഴിഞ്ഞ സീറ്റുകൾ കണ്ടപ്പോൾ അത് ബുക്കഡ് ആയിരുന്നു. എന്നാൽ രംഗൻ വന്ന് അതിലൊരു കസാരയിലിരുന്നു. ഇതാ കക്കൂസിൽ കണ്ട ആളല്ലേ, ശാന്തൻ പറഞ്ഞു. വെയിറ്റർ ഇപ്പോൾ അയാൾ എഴുന്നേൽപ്പിച്ചു വിടും കേട്ടോ, നമുക്കത് ലൈവായി കാണാം. എന്നാൽ ഇവരെ അതിശയിപ്പിച്ച് ആ ബാറിന്റെ ഓണറായ ഗുണ്ട വരെ ഇയാളോട് താഴ്മയോടെ നിന്ന് സംസാരിക്കുന്നതാണ് കണ്ടത്. ഇയാൾ വലിയൊരു ഗുണ്ടയാണെന്ന് അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. അങ്ങനെ അയാളോട് സംസാരിക്കാനായി ബിബിയെ അജുവും ശാന്തനും കൂടി നിർബന്ധിപ്പിച്ചു വിടുന്നു. രംഗനോട് ലേറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ബിബിയോട് രംഗൻ ലേറ്റർ എടുത്ത് കൊടുക്കുന്നു. രംഗൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും എടാ മോനെ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ബിബിയോട് അവിടെ ഇരിക്കാൻ പറയുന്നു. അവന്റെ ഫ്രണ്ട്സിനെയും അങ്ങനെ സ്വയം പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ പേരുകൾ എന്താണെന്ന് രംഗൻ അവരോട് ചോദിക്കുകയും ചെയ്തു. അവർക്ക് വേണ്ടി ഒരു ക്വാർട്ടർ കബാബും മദ്യവും രംഗൻ ഓർഡർ ചെയ്തു. രംഗൻ ഉച്ചത്തിൽ ഓർഡർ ചെയ്യുന്നത് കണ്ട് ശത്രുക്കളാണെന്ന് അയാളുടെ മുന്നിൽ ഇരിക്കുന്നതെന്ന് വിചാരിച്ച് അവിടെയുള്ള ഗുണ്ടകളെല്ലാം വാളും വീശി അങ്ങോട്ടേക്ക് ഓടി വരുന്നു. രംഗൻ അവരെയൊക്കെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴാണ് ഇയാളുടെ സപ്പോർട്ട് അജുനും ഗ്യാങ്ങിനും മനസ്സിലാവുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഇവർ രംഗന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെയുള്ള എല്ലാവരെയും രംഗൻ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പ്രത്യേകിച്ച് രംഗന്റെ വലംകൈയായ അംബാനെ. അങ്ങനെ എല്ലാ ദിവസവും മദ്യപാനവും മറ്റുമായി ഇവർ രംഗന്റെ അടുത്ത് കൂടി. മര്യാദയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോലും ഇവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം രംഗന്റെ ഗുണ്ടകളെല്ലാം തങ്ങളുടെ പക്കലുള്ള വ്യത്യസ്ത ആയുധങ്ങൾ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോഴാണ് ഗണ്ണൊന്നുമില്ല ഏട്ടാ എന്ന് ബിബി ചോദിക്കുന്നത്. അമ്പാൻ ഗൺ എന്ന് രംഗൻ ചോദിച്ചതും മറന്നുപോയി എന്ന് അമ്പാൻ പറയുന്നു. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് രംഗൻ അമ്പാനോട് പറയുന്നു. രംഗൻ ചേട്ടൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയതെന്ന് ശാന്തൻ ചോദിക്കുമ്പോൾ
അമ്പാനോട് തന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ രംഗൻ ആവശ്യപ്പെടുന്നു. അമ്പാൻ കഥ പറയുന്നു. അണ്ണൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് കടയിൽ പാർട്ട് ടൈമായി ജോലിക്ക് കയറുന്നു. അണ്ണൻ അയാളെ സ്വന്തം ചേട്ടനായാണ് കണ്ടത്. പക്ഷെ അയാൾ രംഗനെ കോളേജിൽ പഠിക്കാൻ വെച്ച കാശ് വെച്ച് ഒരു പൊട്ട ഷെയർ മാർക്കറ്റിൽ കൊണ്ടിട്ടു. ഷെയർ മാർക്കറ്റ് 8 നിലയിൽ പൊട്ടി. അണ്ണന് കോളേജിൽ ചേരാൻ പറ്റിയില്ല. പിന്നെ അണ്ണന് കടയിൽ അടിയോടടി ജ്യൂസ്. ഇത് കേട്ടതും അജുവിന്റെയും ഗ്യാങ്ങിന്റെയും പ്രതീക്ഷയെല്ലാം പോയി. പക്ഷേ അണ്ണന്റെ ഭാഗ്യം എന്താണെന്നറിയോ? ഷെയർ മാർക്കറ്റ് ഇട്ട കാശ് 40 ഇരട്ടിയായി തിരിച്ചു കിട്ടി. പിന്നെയും അമ്പാൻ കഥ തുടർന്നു. ആ ചേട്ടൻ പിന്നെയും വന്ന് രംഗന്റെ കാശെല്ലാം എടുത്ത് ബാംഗ്ലൂരിന്റെ ഒരറ്റത്ത് ആർക്കും വേണ്ടാത്ത തരിശുഭൂമി വാങ്ങിച്ചിട്ടു. പിന്നെയും അണ്ണൻ ജ്യൂസ് കടയിൽ അടിയോടടി. അമ്മാന്റെ ഈ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കേട്ട് അജുനും ഗ്യാങ്ങിനും കട്ട ബോറടിച്ചു. നിനക്ക് മാസമാണോ വേണ്ടത് എന്ന് പറഞ്ഞ് വീണ്ടും അമ്പാൻ കഥ തുടർന്നു. ഒരു നാൾ ജ്യൂസ് കടയിൽ രംഗൻ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ ഗുണ്ടകൾ അടിക്കാൻ വന്നു. രംഗൻ അവരെയെല്ലാം പൊരിഞ്ഞടി. ഇതെല്ലാം കണ്ട് അവിടുത്തെ വലിയ റൗഡിയായ റെഡ്ഡി രംഗന്റെ തന്റെ ഗ്യാങ്ങിൽ ചേർത്തി. രംഗൻ ഒരൊറ്റ ആൾ മതിയായിരുന്നു നിറയെ ഗുണ്ടകളെ അടിച്ചു വീഴ്ത്താൻ. അമ്മാന്റെ മാസുകഥ കഴിഞ്ഞതും അവിടുത്തെ ഓരോ ഗുണ്ടകളും രംഗനെക്കുറിച്ചുള്ള വീരസാഹസിക കഥകൾ പറഞ്ഞ് അയാളെ പുകഴ്ത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അണ്ണന്റെ മനസ്സ് കല്ലാണെന്നും അണ്ണന്റെ അമ്മ ഇട്ടിട്ട് പോയപ്പോൾ അണ്ണൻ ഒട്ടും കുലുങ്ങിയില്ല എന്നും അമ്പാൻ അവരോട് പറയുന്നു. അങ്ങനെ ഒരു ദിവസം റെഡ്ഡിയുടെ ഗ്യാങ്ങിൽ നിന്നും റിസൈൻ ചെയ്ത് സ്വന്തം സെറ്റപ്പിൽ നിന്ന് പണി തുടങ്ങിയെന്നും അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന രംഗണ്ണനായി എന്നും അമ്പാൻ അവരോട് പറയുന്നു. നമ്മൾ എന്തിനാണ് ഇയാളുടെ തള്ളി കേട്ടിരിക്കുന്നതെന്ന് ഹോസ്റ്റലിന് മുൻപിൽ വെച്ച് ബിബി അജുവിനോടും ശാന്തനോടും ചോദിക്കുമ്പോൾ നമുക്ക് തിരിച്ചടിക്കണ്ടേ, അപ്പോൾ ഇതൊക്കെ സഹിച്ചേ പറ്റൂ എന്ന് അജു അവരോടായി പറയുന്നു. രംഗൻ അവരെ വിളിച്ച് ഒരു ഫൈറ്റ് ഉണ്ട് അവരോട് വരാൻ പറയുന്നു. അങ്ങനെ അവർ രംഗന്റെ വീട്ടിലെത്തുന്നു. ഇത്രയും വലിയ വീടും സെറ്റപ്പൊക്കെ കണ്ട് ഇതൊക്കെ രംഗൻ എങ്ങനെ ഉണ്ടായെന്ന് ശാന്തൻ ചോദിക്കുന്നു. അന്ന് വാങ്ങിച്ച തരിശുഭൂമിയിലാണ് ഇന്ന് കാണുന്ന ബാംഗ്ലൂർ എയർപോർട്ട് ഉള്ളതെന്ന് അമ്പാൻ പറയുന്നു. ഇത് കേട്ട് അജുവിന്റെയും ഗ്യാങ്ങിന്റെയും കണ്ണു തള്ളി. അങ്ങനെ ഇവരെയും കൊണ്ട് രംഗനും ഗ്യാങ്ങും ഫൈറ്റിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ രംഗൻ മാത്രം ആരെയും അടിക്കുന്നുണ്ടായിരുന്നില്ല. ഈ രംഗൻ ചേട്ടൻ എന്താ ആരെയും ഇടിക്കാത്തത് എന്ന് ബിബി ചോദിക്കുന്നു. അണ്ണനോടെല്ലാം നിർത്തിപ്പോരാൻ അമ്മ പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ നിർത്തിപ്പോരുന്നതിന് മുൻപേ അണ്ണന്റെ അമ്മ മരിച്ചുപോയി എന്നും പറയുന്നു. അന്ന് തൊട്ട് അണ്ണൻ ആരെയും തല്ലില്ല എന്ന് ശബ്ദം ചെയ്തു എന്നും അമ്പാൻ അവരോട് പറയുന്നു. അങ്ങനെ അടിച്ചു ബോസായ ഇവരെ രംഗനും ഗ്യാങ്ങും ചേർന്ന് ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നു. ഇതാരാടാ എന്ന് ബിബിയോട് ഹോസ്റ്റലിലെ ഒരു പയ്യൻ ചോദിക്കുമ്പോൾ ഒരു ദിവസം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യാദർച്ഛികമായി രംഗന്റെ ഒരു റീൽ വീഡിയോ കാണുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ അജുവിനും ഗ്യാങ്ങിനും ചിരി നിർത്താനാവുന്നില്ല. പിറ്റേ ദിവസം പിള്ളേർക്ക് രംഗനും ഗ്യാങ്ങും ശരിക്കുള്ള തോക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അമ്പാൻ ഒന്ന് തൊട്ടതും അത് നിർത്താതെ പൊട്ടിക്കൊണ്ടിരുന്നു. ഇത് കണ്ടതും രംഗനും ഗ്യാങ്ങും പേടിച്ചോടി. അങ്ങനെ രാത്രി തട്ടുകടയിൽ വെച്ച് അമ്പാൻ തന്റെ ബാക്കിലെ വെട്ടെല്ലാം അജുവിനും ഗ്യാങ്ങിനും കാണിച്ചു കൊടുക്കുന്നു. മുഴുവൻ 14 വെട്ടുണ്ട് എന്ന് ശാന്തൻ പറയുന്നു. എന്നാൽ 14ാമത്തെ വെട്ട് എവിടെ വന്നതെന്ന് ഒരു പിടിയുമില്ലാതെ അമ്പാൻ പറയുമ്പോഴാണ് അത് ഞാൻ വെട്ടിയതാണെന്ന് രംഗൻ പറയുന്നത്. ഒരിക്കൽ ഡംചറാട്സ് കളിച്ചപ്പോൾ കിരീടം സിനിമ എത്ര വട്ടം കാണിച്ചിട്ടും ഇവന് മനസ്സിലായില്ല. ദേഷ്യം വന്നപ്പോൾ ഞാൻ അങ്ങ് വെട്ടി. എത്ര അടുപ്പമുള്ള ആളാണെങ്കിലും ദേഷ്യം വന്നാൽ അമ്പാൻ വെട്ടും എന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഇതിനുവരെ വെട്ടിയിട്ടും അണ്ണനെ പറ്റിച്ച സ്വന്തം ചേട്ടനെ ഒന്നും ചെയ്തില്ലേ എന്ന് ശാന്തൻ ചോദിക്കുന്നു. ചേട്ടനെ പോലെ കരുതിയത് കൊണ്ടാണ് അണ്ണൻ ഇത്ര വരെ ക്ഷമിച്ചതെന്നും അമ്പാൻ പറയുന്നു. അയാൾ ആ സ്ഥലം കിട്ടാൻ പല കളിയും കളിച്ചു. അണ്ണനെ കൊല്ലാൻ കൊട്ടേഷൻ വരെ കൊടുത്തെന്നും അമ്പാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം സ്ഥലം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് അയാളെ വിളിക്കുകയും അയാളെ വെട്ടിക്കൊന്ന് രംഗൻ അയാളെ അടുക്കളയിൽ കുഴിച്ചിടുന്നു. അയാളുടെ രക്തം പൂണ്ട ഭിത്തിയിൽ ചുവന്ന പെയിന്റ് അടിക്കുകയും ചെയ്യുന്നു. അമ്പാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കവേ രംഗൻ വന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ബാറിലേക്ക് പോകുന്നു. കുടിച്ച് ബോധം പോയ പിള്ളേരെയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് വാർഡൻ പറഞ്ഞു. ഹോസ്റ്റലിലെ പിള്ളേരുടെ പെട്ടിയും മറ്റു സാധനങ്ങളുമെല്ലാം എടുപ്പിച്ച് രംഗൻ തന്റെ പഴയ വീട്ടിൽ കിടത്തുന്നു. അജുവിനും ഗ്യാങ്ങും എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് വേറെ വീടായിരുന്നു. അപ്പോഴാണ് രംഗൻ ബിബിയുടെ ഫോണിൽ വിളിക്കുന്നത്. വീട് ഇഷ്ടപ്പെട്ടോ? രംഗൻ പിള്ളേരോട് ചോദിച്ചു. ഫ്രിഡ്ജിൽ അവർക്ക് വേണ്ടി കഴിക്കാൻ നിറയെ മദ്യക്കുപ്പികളും വേറൊരു ഷെൽഫിൽ നിറയെ സിഗരറ്റുകളും രംഗൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ പിള്ളേർക്കാകെ സന്തോഷമായി. ഇവർക്ക് ഓടിക്കാൻ വേണ്ടി ഒരു നീല ബുള്ളറ്റ് രംഗൻ വീടിന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം ആ ബുള്ളറ്റിൽ മൂവരും കോളേജിലെത്തി. അങ്ങനെ ഇവരുടെ പുത്തൻ ബുള്ളറ്റ് കണ്ടിട്ട് ഇത് കൊള്ളാമല്ലോ എന്ന് കുട്ടിയും കൂട്ടുകാരനും വന്ന് പറയുന്നു. അവരിൽ നിന്ന് താക്കോൽ ബലമായി പിടിച്ചു വാങ്ങി കുട്ടിയും കൂട്ടുകാരനും ആ ബുള്ളറ്റ് ഓടിച്ചു കൊണ്ടുപോകുന്നു. തിരിച്ചു വരുന്ന അജുവിനോടും ഗ്യാങ്ങിനോടും പറയുന്നുണ്ട്, ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേർ ബുള്ളറ്റ് കൊണ്ടുവരുന്നത് സീനിയേഴ്സിന് അപമാനമാണ്, അതുകൊണ്ട് മക്കൾ ഇനി ബുള്ളറ്റ് കൊണ്ടുവരണ്ട എന്നും കുട്ടി പറയുന്നു. അവർ പോയ ശേഷം ഇവൻ ഇപ്പോൾ തന്നെ രംഗൻ ചേട്ടനെ കൊണ്ട് തൽപ്പിക്കാമെന്ന് ബിബി അവരോട് പറയുന്നു. എന്നാൽ ടൈം ആവട്ടെ പറയാമെന്നാണ് അജു പറയുന്നത്. മയൂരി ബാറിൽ രംഗനും ഗുണ്ടകളും അതുപോലെ അജുവും ഗ്യാങ്ങും മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബിബി
നടക്കുമ്പോൾ അറിയാതെ ഒരു ഗുണ്ടയെ മുട്ടുന്നു. നിനക്കെന്താ കണ്ണ് കാണില്ലേ എന്ന് അയാൾ ചോദിക്കുന്നു. ഒരു ബോട്ടിൽ കുപ്പിയെടുത്ത് രംഗൻ അയാളുടെ തലയിൽ ഒറ്റയേറ്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നു രംഗൻ ഇവർക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന്. അങ്ങനെ രംഗനോട് കാര്യം പറയാൻ ഇവർ തീരുമാനിച്ചു. എന്നാൽ ഇവർക്ക് ഡയറക്റ്റായി പറയാൻ പേടിയായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ സീനിയേഴ്സിന്റെ തല്ല് വെറുതെ കുറെ തല്ലുകൊണ്ടു. എല്ലാവരും ഇരിക്കുമ്പോൾ ബിബിയും അജുവും പറഞ്ഞു. എന്താ കാര്യമെന്ന് രംഗൻ ചോദിക്കുമ്പോൾ മൂവരും നടന്നതെല്ലാം പറയുന്നു. രംഗൻ ആകെ കലിപ്പിലായി. അവരെ ഇടിക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം കോളേജിൽ ഹോളി ആഘോഷമായിരുന്നു. രണ്ടും കൽപ്പിച്ച് ബിബി കുട്ടിയെ ഫോണിൽ വിളിച്ച് കുറെ തെറി പറഞ്ഞു. ദേഷ്യം വന്ന കുട്ടിയും ഗ്യാങ്ങും ഓടി വന്നു. ബിബിയുടെ അടുത്ത് വന്ന് അവന്റെ കവളത്ത് ഒറ്റ അടി. എന്നാൽ ഇതെല്ലാം കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന രംഗനും ഗ്യാങ്ങും കാണുന്നുണ്ടായിരുന്നു. രംഗൻ ദേഷ്യം വന്ന് അവന്മാരെ അടിക്കടാ എന്ന് പറഞ്ഞ് ഓടി വന്നതും അമ്പാനും 2 ഭായിമാരും എല്ലാ പിള്ളേരെയും പൊരിഞ്ഞടിയടിച്ചു. ഇതിനിടയിൽ സീനിയേഴ്സ് നിന്ന് കുറെ പിള്ളേർ അടിക്കാനായി വന്നു. അവരെയെല്ലാം നെഞ്ചപ്പൻ അടിച്ചിട്ട് നിലത്തിട്ടു. രംഗനാണെങ്കിലോ ആ കുട്ടി എന്ന് പറയുന്ന ചെക്കനെ കൈ പിടിച്ച് ഫുൾ വട്ടം കറക്കാൻ തുടങ്ങി. ഇനി ആരെങ്കിലും ഇവരുടെ ദേഹത്തെ കൈവച്ചാൽ ഇതായിരിക്കും അവന്മാരുടെ ഭാവി, സൂക്ഷിച്ചോ എന്ന് രംഗൻ അവിടെയുള്ള എല്ലാവരോടുമായി പറഞ്ഞു. പിറ്റേ ദിവസം ഇവർ കോളേജിലെത്തിയപ്പോൾ കുട്ടിയും ഗ്യാങ്ങും അടക്കം എല്ലാവർക്കും ഇവരെ പേടിയായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രംഗന്റെ കാറിൽ ഇവർ മദ്യപിച്ച് ഉറങ്ങുമ്പോൾ ബിബിയുടെ അമ്മ അവനെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. രംഗൻ ആ ഫോൺ കോൾ എടുത്തു. എത്ര നേരമായിട്ടാ വിളിക്കുന്നത്? എന്നാൽ ബിബി രാത്രി ഫുൾ പഠിച്ചിട്ട് ഉറക്കത്തിലായിരുന്നു എന്ന് രംഗൻ പറയുന്നു. ഇതാരാ എന്ന് ബിബിയുടെ അമ്മ ചോദിക്കുമ്പോൾ രംഗൻ എന്ന മറുപടി പറയുന്നു. എന്നാൽ ബിബി രംഗനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് എന്ന് അമ്മ പറയുന്നു. ചേട്ടനെ പോലെയാണെന്നും പറയുന്നു. എന്നിട്ട് മോൻ ഹാപ്പി അല്ലേ എന്നും ബിബി മോൻ ഹാപ്പി അല്ലേ എന്നും അമ്മ ചോദിക്കുന്നുണ്ട്. അവൻ ഇനി എന്നും ഹാപ്പി ആയിരിക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് രംഗൻ ഫോൺ കോൾ കട്ട് ചെയ്യുന്നു. എന്നാൽ എല്ലാ സബ്ജക്റ്റിലും പൊട്ടി പാളീസായ അജുവിനെയും കൂട്ടരെയും പ്രിൻസിപ്പാൾ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അവരുടെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് നിങ്ങളുടെ മക്കൾ എല്ലാത്തിലും തോറ്റു, ഇവർ ഇപ്പോൾ നല്ല പ്രൊഫഷണൽ ഗുണ്ടകളാണെന്നും പറയുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ കാര്യം പറഞ്ഞതുകൊണ്ട് അവർക്കാർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ആ പ്രിൻസിപ്പാളിന് മലയാളം അറിയാമായിരുന്നു. ഇനി നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പാസ്സായില്ലെങ്കിൽ ഇനി ഈ കാര്യം പറയാൻ പോകുന്നത് മലയാളത്തിലാണെന്നും പ്രിൻസിപ്പൾ അവർക്ക് വാർണിംഗ് നൽകി. അങ്ങനെ ആ രാത്രിയും അവർ ഫൈറ്റ് കാണാൻ രംഗണ്ണനും ഗ്യാങ്ങിനും ഒപ്പം പോയി. കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയതിനാൽ ആ ഫൈറ്റ് നടക്കാതെ വന്നു. അപ്പോഴാണ് അവിടെ നിന്നും ഇവിടെ നിന്നുമായി ജീപ്പുകളിൽ കുറെ ഗുണ്ടകൾ അവരെ തല്ലാനായി അവിടെ എത്തിയത്. അത് റെഡ്ഡിയുടെ ഗ്യാങ് ആയിരുന്നു. എന്നാൽ അവർ വണ്ടിയിൽ കയറുന്നതിന് മുൻപ് ഗുണ്ടകൾ വന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങി. ഒരു ഗുണ്ടയാണെങ്കിൽ അമ്പാനെ ബാക്കിൽ ഒറ്റവിട്ട്. അങ്ങനെ നെഞ്ചപ്പനും 2 ഭായിയും ഫൈറ്റ് തുടങ്ങി. കാറിലും വന്ന് ആക്രമിക്കാൻ തുടങ്ങിയതോടെ പിള്ളേരെ രക്ഷിക്കാനായി രംഗൻ കാറെടുത്ത് ഓടിക്കാൻ തുടങ്ങി. ഒരു വിധത്തിൽ അമ്പാനും നെഞ്ചപ്പനും ഒരു ഭായിമാരിൽ ഒരുത്തനും കാറിൽ കയറി. എന്നാൽ ഒരു ഭായിക്ക് മാത്രം വണ്ടിയിൽ കയറാൻ പറ്റിയില്ല. അയാളെ അവിടെയുള്ളവരെല്ലാം തല്ലിച്ചതയ്ക്കാൻ തുടങ്ങി. എന്നാൽ മറ്റേ ഭായ് ഇത് കണ്ട് അവനെ രക്ഷിക്കാൻ വണ്ടിയിൽ നിന്ന് ചാടി. ഇത് കണ്ട് രംഗനും വണ്ടി തിരിച്ചു. ഒരു വിധത്തിൽ എല്ലാവരും വണ്ടിയിൽ കയറി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. എല്ലാവർക്കും നല്ലവണ്ണം പരിക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അമ്പാന്. എന്നാൽ അന്നും അവർക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഹോസ്റ്റലിൽ പോയി പിള്ളേരിൽ നിന്ന് നോട്ട്സൊക്കെ കളക്ട് ചെയ്ത് അവർ വീട്ടിലേക്ക് പോയി. എന്നാൽ വഴിയിലെല്ലാം നിറയെ ലേറ്റ്സ് അറേഞ്ച്മെന്റ് ആയിരുന്നു. എന്നാൽ അവർ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് വീട്ടിലെല്ലാം നിരവധി ആളുകൾ. അന്ന് രംഗൻ ചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ആഘോഷമെല്ലാം കഴിഞ്ഞ് ഇവർ പിറ്റേ ദിവസം കോളേജിലേക്ക് പോയി. എന്നാൽ ഉറക്കം വന്ന മര്യാദയ്ക്ക് ഇവർക്കൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇനി എന്ത് തേങ്ങയാണോ അയാൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്? മൂവരും ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ രംഗനോട് പഠിക്കുന്ന കാര്യം പറയാൻ മൂവരും തീരുമാനിച്ചു. എന്നാൽ വീട്ടിൽ നിന്ന് രംഗനും ഗ്യാങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. അണ്ണൻ നിങ്ങൾക്ക് വേണ്ടി സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അമ്പാൻ അവരോട് പറയുന്നു. സർപ്രൈസ് വേറൊന്നുമല്ല, 2 പെണ്ണുങ്ങളായിരുന്നു രംഗന്റെ സർപ്രൈസ്. രംഗൻ ആ സ്ത്രീകളെ പിന്നെ അവന്മാരെയും ചേർന്ന് ഒരു മുറിയിലിട്ട് പൂട്ടുന്നു. രംഗനാണെങ്കിൽ അവിടെയുള്ള ഒരു ജനൽ തുറന്ന് ആ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ആരംഭിച്ചില്ലേ, ക്യാഷ് വാങ്ങിച്ചിട്ട് പിടിക്കുക അവന്മാരെ. അവരാണെങ്കിൽ ഓടടാ ഓട്ടം. അതിനുശേഷമുള്ള സീനിൽ ഇവന്മാരെ കളിയാക്കി ചിരിക്കുകയാണ് ആ സ്ത്രീകൾ. രംഗനാണെങ്കിൽ തലയിലും കൈവച്ചിരിക്കുന്നു. നമ്മളിങ്ങനെ പരിചയമില്ലാത്ത ഒരാളുമായിട്ടൊക്കെ പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് ശാന്തൻ അവരോട് പറയുന്നു. ഈ രംഗനാണെന്ന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെന്ന് അതിലൊരു സ്ത്രീ അവരോട് പറഞ്ഞു. അങ്ങനെ പഠിക്കേണ്ട കാര്യം രംഗൻ ചേട്ടനോട് പറയേണ്ടേ എന്ന് അജുവും ഗ്യാങ്ങും പറഞ്ഞിരിക്കുമ്പോഴാണ് രംഗന് ഒരു കോള് വരുന്നത്. ആ ഭായിമാര് നാടുവിട്ടുപോയി എന്നായിരുന്നു കോളിൽ പറഞ്ഞത്. രംഗനാകെ കലിപ്പിലായി. എന്നാൽ രംഗന്റെ മൂഡ് മാറ്റാൻ നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് അമ്പാൻ പറയുന്നു. ഡംചാലേഡ്സ് ആയിരുന്നു ഇവർ കളിക്കുന്ന ഗെയിം. ആ 2 സ്ത്രീകളിൽ ഒരു സ്ത്രീയും ബിബിയും രംഗനും ഒരു ടീമായി. അങ്ങനെ അവസാനം രംഗന്റെ ഊഴമെത്തി. രംഗൻ അമ്പാനോട് ഒരു സിനിമയുടെ പേര് പറയാൻ പറയുന്നു. അങ്ങനെ രംഗന്റെ ചെവിയിൽ അമ്പാൻ സിനിമാ പേര് പറഞ്ഞു കൊടുക്കുന്നു. അജുവും ശാന്തനും സിനിമ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവരോട് രഹസ്യമായി അമ്പാൻ പേര് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ രംഗൻ എത്ര പറഞ്ഞിട്ടും ഇവർക്കും മനസ്സിലായില്ല. അപ്പോഴാണ് ബിബി അമ്പാന്റെ ബാക്കിലെ വെട്ട് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയൊരു ഗെയിം കളിച്ചിട്ട് അമ്പാനെ കിട്ടാതിരുന്നത് കൊണ്ടാണല്ലോ രംഗൻ അമ്പാനെ വെട്ടിയത്. ഇതും കൂടി കണ്ടപ്പോൾ ബിബിക്ക് ആകെ പേടിയായി.
എന്നാൽ രംഗൻ എത്ര കാണിച്ചിട്ടും ഇവർക്ക് സിനിമയുടെ പേര് മനസ്സിലായില്ല. അങ്ങനെ ആ സ്ത്രീ കുറേ സിനിമകളുടെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ചോട്ടാ മുംബൈയും പറഞ്ഞു. അങ്ങനെ ആ വെട്ടിൽ നിന്ന് ബിബി രക്ഷപ്പെട്ടു. നാടുവിട്ടുപോയ ആ ഭായിമാരെ കിട്ടിയിട്ടുണ്ടെന്ന് അമ്പാൻ വന്ന് രംഗനോട് പറയുന്നു. ഇന്ന് അവരെ കൊന്നാലോ എന്ന് രംഗൻ പറയുമ്പോൾ, വേണ്ടണ്ണ, ഇന്ന് അണ്ണൻ്റെ ബർത്ത്ഡേ മാസമല്ലേ, നാളെ കൊല്ലാമെന്ന് അമ്പാൻ രംഗനോട് പറയുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ബിബി അടുക്കളയിൽ പോയി ഒരു കത്തി എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് അവിടെയുള്ളൊരു ചുമരിൽ നന്നായി ഉരച്ചു നോക്കുന്നു. അപ്പോഴാണ് ഒരു ചുവന്ന പെയിൻറ് കാണുന്നത്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അമ്പാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. അത് കഴിഞ്ഞ് ബിബി അടുക്കളയിൽ ഓടിപ്പോയി ഒരു മാറ്റ് വലിച്ചിടുന്നു. അപ്പോഴാണ് രംഗനെ ചേട്ടനെ കൊന്നത് ഇവിടെയാണെന്ന് അവർക്ക് മനസ്സിലായത്. ഇത് കണ്ട് അവർക്കാകെ പേടിയായി. അവർ 3 പേരും ആകെ നിലവിളിച്ച് പുറത്തേക്ക് ഓടിപ്പോയി. എങ്ങോട്ട് പോകുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ആ സ്ത്രീ അവിടേക്ക് വന്നത്. ചേച്ചി, ഇന്ന് ഞങ്ങളോടൊപ്പം ഇവിടെ നിൽക്കാമോ എന്ന് അവർ ചോദിക്കുന്നു. എൻ്റെ ഫുൾ പേയ്മെൻറ്റ് കിട്ടിയതാ, ഞാൻ നിന്നേക്കാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവരോടൊപ്പം നിൽക്കുന്നു. എന്നാൽ അവർക്ക് രാത്രിയിൽ പേടിച്ച് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം കോളേജിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ഇവരെ അവിടുത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സാർ പിടിക്കുന്നു. നിങ്ങൾ കാരണം എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു, എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞ് അവരോട് സാർ ആകെ ദേഷ്യപ്പെടുന്നു. എന്നാൽ ഇവർക്കാണെങ്കിൽ വീട്ടിൽ തിരിച്ചു പോവാൻ പേടിയായിരുന്നു. കാരണം അടുക്കളയിൽ ശവം കെടുക്കുകയല്ലേ. അങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള പേടി കൊണ്ട് അവർ പല സ്ഥലങ്ങളിലായി സമയം ചിലവഴിച്ചു. അങ്ങനെ അവരുടെ പഴയ ഹോസ്റ്റലിലെത്തി പിള്ളേരോട് ഓരോ വർത്തമാനം പറഞ്ഞിരുന്നു. പക്ഷേ നേരം രാത്രിയായതുകൊണ്ട് അവരും കിടക്കാൻ പോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവർ ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, പ്രതികാരം മണ്ണാങ്കട്ടിയൊന്നും വേണ്ടെന്ന് ബിബി പറഞ്ഞു. അപ്പോഴാണ് BK എന്ന ക്ലർക്ക് വന്ന് ഇവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. വേറൊന്നിനുമായിരുന്നില്ല, ഇവർ ഗുണ്ടകളാണെന്ന് പറഞ്ഞ് ചില ചെറുപ്പക്കാരെ പേടിപ്പിക്കാനായിരുന്നു അത്. ദേഷ്യം വന്ന ഇവർ സ്കൂട്ടറിൽ അയാളെ ചീത്ത പറഞ്ഞ് നേരെ പോയി. എന്നാൽ ഇവർ ബൈക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പേർ വന്ന് ഇവരെ മറച്ച് നൈസായി ഇവരെ അങ്ങ് തട്ടിക്കൊണ്ടുപോയി. അത് റെഡ്ഡിയുടെ ഗ്യാങ് ആയിരുന്നു. അവിടെ കുട്ടിയും ഗ്യാങ്ങും ഉണ്ടായിരുന്നു. നിങ്ങൾ രംഗൻ്റെ പിള്ളേരല്ലേ, എൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ അവനെ തീർക്കുമെന്ന് റെഡ്ഡി പറഞ്ഞപ്പോൾ ബിബിക്ക് ആകെ ദേഷ്യം വന്നു. ഇവിടെ മര്യാദയ്ക്ക് പഠിക്കാമെന്ന ഞങ്ങളെ ഒരു കാരണവുമില്ലാതെ ഈ കുട്ടിയും ഗ്യാങ്ങും എടുത്തിട്ട് തല്ലി. അതിൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടി രംഗൻ്റെ അടുത്ത് പോയി. ഇപ്പോൾ അതും വലിയ മാറാപ്പായിരിക്കുകയാണ് എന്ന് ബിബി ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് നിങ്ങളോടൊരു ദേഷ്യവുമില്ല, എനിക്ക് രംഗനെയാണ് വേണ്ടത്. അവനെൻ്റെ കോസ്റ്റ്യൂം സ്റ്റൈൽ എല്ലാം അടിച്ചു മാറ്റി. അവനെ ഒറ്റയ്ക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് റെഡ്ഡി തൻ്റെ കാർഡ് അവർക്ക് എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് അവരെ വെറുതെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. തങ്ങൾക്ക് പഠിക്കണമെന്നും എന്തിനാണ് രംഗൻ്റെ അടുത്ത് തങ്ങൾ പോയതെന്നുമുള്ള സത്യം പറയാൻ വേണ്ടി അവർ രംഗയുടെ അടുത്തേക്ക് പോകുന്നു. ബാറിലെത്തി അവർ കണ്ട കാഴ്ച 2 ഭായിമാരെയും അടിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നതാണ്. എൻ്റെ കൂടെ നടന്ന് എൻ്റെ ചെലവിന് ഫുഡും കഴിച്ച് നിങ്ങൾക്ക് നാട് വിടണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളെ വെച്ചേക്കില്ല എന്ന് രംഗൻ പറയുമ്പോൾ അജുവും ഗ്യാങ്ങും ഒന്ന് ഞെട്ടുന്നു. കാരണം ഇവരും ഇത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. രംഗനാണെങ്കിൽ ഈ ഭായിമാരെ കൊല്ലാൻ വേണ്ടി ശാന്തൻ്റെ കയ്യിൽ കത്തിയും കൊടുക്കുന്നു. ആകെ പിടിച്ച ശാന്തൻ അജുവിനെയും ബിബിയെയും നോക്കുന്നുണ്ട്. ശാന്തനെ കത്തിക്കൊണ്ട് കുത്താൻ പറ്റാത്തതുകൊണ്ട് അത് വാങ്ങി രംഗൻ ആ 2 ഭായിമാരെയും എടുത്തുകൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ദൂരെ നിന്നും ഇവരുടെ അലർച്ച കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് അജുവും ഗ്യാങ്ങും ഒറ്റ ഓട്ടം. അങ്ങനെ വീട്ടിലെത്തിയ അജുവും ശാന്തനും പെട്ടി പാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ബിബിൻ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എവിടെ പോയാലും രംഗം വന്ന് പിടിക്കും. അത് കേട്ടിട്ട് അജുവിനും ശാന്തനും ദേഷ്യം വന്നു. അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ബിബി ഒരു വഴി പറയുന്നത്. ബാംഗ്ലൂരിൽ തനിക്കൊരു അടുത്ത സുഹൃത്തുണ്ടെന്നും അവൻ നിൽക്കുന്ന ഹോസ്റ്റലിൽ നമുക്ക് നിൽക്കാമെന്നും ബിബി അവരോടായി പറയുന്നു. അങ്ങനെ വളരെ രഹസ്യമായി ബിബി പറഞ്ഞ ഫ്രണ്ടിൻ്റെ ഹോസ്റ്റലിലേക്ക് മൂവരും മാറുന്നു. അങ്ങനെ അവിടെ അവർ രംഗൻ്റെ ഒരു ശല്യവുമില്ലാതെ മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രംഗൻ അവിടെ ഇവരെ കാണാതെയായിട്ട് മറ്റുള്ളവരോട് കലിപ്പ് തീർക്കുകയായിരുന്നു. ഇവൻ്റെ കോളേജിൽ കുട്ടീനെയും ഗ്യാങ്ങിനെയും ഒക്കെ എടുത്തിട്ട് അടിച്ചു. അങ്ങനെ ആകെ പ്രശ്നമായി. ഇതൊക്കെ ന്യൂസ് ചാനലിലൂടെ കാണുമ്പോഴാണ് അജുവും ഗ്യാങ്ങും അറിയുന്നത്. അങ്ങനെ ബിബി റൂമിൽ പോയി ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയതും ദാ രംഗൻ വിളിക്കുന്നു. ബിബിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ആ ഫോൺ അങ്ങ് എടുത്തു. എന്നാൽ രംഗനാണെങ്കിൽ ആകെ കലിപ്പിലായിരുന്നു. ഇതാരാടാ, എന്താണ് നീ എൻ്റെ പിള്ളേരെ ചെയ്തത് എന്നായിരുന്നു രംഗൻ പറഞ്ഞത്. എന്നാൽ കോളിൻ്റെ മറുഭാഗത്ത് ബിബിയുടെ സൗണ്ട് കേട്ട് രംഗൻ ഒന്ന് ഞെട്ടി. രംഗൻ ചേട്ടാ, കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് വന്ന് പറയാം എന്നായിരുന്നു ബിബി ഫോണിലൂടെ പറഞ്ഞത്. എന്നാൽ നീ അങ്ങ് ഒറ്റയ്ക്ക് പോയാൽ മതിയെന്ന് അജു പറഞ്ഞപ്പോൾ ബിബിക്കാകെ ദേഷ്യം വന്ന്, നീ തന്നെയാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം, നമ്മൾ 3 പേരും കൂടി മാത്രമേ ഈ പ്രശ്നം സോൾവ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി അന്ന് രാത്രി രംഗൻ്റെ ആ പഴയ വീട്ടിലെത്തി.
രംഗൻ അവിടെ എത്തിയതും അവരോട് ആകെ ചൂടായി. നിങ്ങളൊക്കെ എവിടെയായിരുന്നടാ? എത്രയൊക്കെ നിങ്ങളെയൊക്കെ അന്വേഷിച്ചു. അപ്പോൾ തന്നെ ഞങ്ങളെ ഒഴിവാക്കി തരണം ചേട്ടാ എന്ന് ബിബി അയാളോട് പറഞ്ഞു. മര്യാദയ്ക്ക് പഠിക്കാൻ പോയിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല. ഇനി നിങ്ങളുടെ കൂടെ നടന്നാൽ ഞങ്ങളും നിങ്ങളുടെ പോലെ ആവും. ആദ്യമായി തല്ല് കിട്ടിയതിന് ദേഷ്യം തീർക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ കൂടെ പരിചയപ്പെട്ടതും നിന്നതുമല്ല. പക്ഷേ ഇത്രയും വലിയ മാരണമാവുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല എന്ന് ബിബിൻ രംഗനോട് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും രംഗന് ആകെ വിഷമമായി. ഇത് പറഞ്ഞ് ബിബിനും ഗ്യാങ്ങും അടുക്കളയുടെ ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന കത്തി കണ്ട് ബിബിൻ അത് എടുക്കുന്നു. എന്നാൽ ബിബിനോട് കത്തി അവിടെ വെക്കടാ എന്ന് അജു പറയുന്നുണ്ട്. പിന്നീട് രംഗൻ ചേട്ടനെ കൊന്ന് പെയിൻ്റ് അടിച്ച ആ ചുമരിൽ നോക്കി കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അമ്പാൻ മുൻപ് പറഞ്ഞ പോലെ രംഗൻ്റെ മനസ്സ് കല്ലൊന്നുമായിരുന്നില്ല. ഇതും കഴിഞ്ഞ് രംഗൻ പുറത്തു വന്നപ്പോൾ കാണുന്നത് കുറേ ജീപ്പുകൾ വരുന്നതാണ്. അത് റെഡ്ഡിയും ഗ്യാങ്ങുമായിരുന്നു. രംഗൻ വീട്ടിലെ വാതിലുകളൊക്കെ അടച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. എന്നിട്ട് അജുവിനോടും ഗ്യാങ്ങിനോടും ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുന്നു. പുറത്തെത്തിയ രംഗനെ റെഡ്ഡിയുടെ ആളുകൾ തല്ലുന്നു. എന്നാൽ അജുവും ഗ്യാങ്ങും ഇതെല്ലാം കണ്ട് പുറത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് റെഡ്ഡി പറയുന്നത് ബിബിയാണ് തന്നെ ഫോണിൽ ഇങ്ങോട്ട് വരാൻ വിളിച്ച് ആവശ്യപ്പെട്ടതെന്ന്. ഇത് കേട്ടതും രംഗൻ ഒന്ന് ഞെട്ടി. പിന്നെ റെഡ്ഡിയുടെ ആളുകളെ മുഴുവൻ രംഗൻ അടിച്ചു തീർക്കുന്നു. പിന്നെ റെഡ്ഡിയുടെ അടുത്ത് വന്ന് നിന്റെ ഐഡന്റിറ്റി നീ തന്നെ എടുത്തു എന്ന് പറഞ്ഞ് അവനെ കുത്തി കൊലപ്പെടുത്തുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് അജുവും ഗ്യാങ്ങും വീടിനുള്ളിലേക്ക് ഒറ്റ ഓട്ടം. അവരുടെ പിന്നാലെ എടാ മോനെ എന്ന് പറഞ്ഞ് കോടാലിയും എടുത്ത് രംഗൻ ഒറ്റ ഓട്ടം. മോനെ ബിബി, നിങ്ങൾ കാരണമാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാതിരുന്നത്. നിങ്ങൾ കാരണം ഞാൻ അവന്മാരെ അടിച്ചില്ലേ എന്ന് രംഗൻ അവരോട് പറയുന്നു. ഇതിനിടെ രംഗൻ്റെ ഗ്യാങ് അവിടെ വരുന്നുണ്ട്. എന്നാൽ അവർക്ക് വീട് പൂട്ടിയത് കൊണ്ട് അതിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടത് രംഗൻ്റെ കാശ് മാത്രമാണ്. ആർക്കും എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് രംഗനാകെ ഇമോഷണൽ ആവുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കെ ഒളിച്ചിരുന്ന ബിബിൻ വന്ന് മനസ്സലിഞ്ഞ് സോറി ചേട്ടാ എന്ന് പറയുമ്പോൾ രംഗനാകെ വിറലി പിടിച്ച് അവരുടെ പിന്നാലെ വീണ്ടും ഓടുന്നു. ഇവരാണെങ്കിൽ ഓടിപ്പോയി ഒരു റൂമിൽ കയറി വാതിൽ കുറ്റിയിടുന്നു. രംഗൻ ആ വാതിൽ തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ബിബിയുടെ ഫോൺ അടിക്കുന്ന സൗണ്ട് കേട്ടത്. അത് വേറെ ആരുമായിരുന്നില്ല, ബിബിയുടെ അമ്മയായിരുന്നു. രംഗൻ ബിബിയുടെ ഫോൺ എടുത്ത് അമ്മയോട് സംസാരിക്കുന്നു. എടാ ബിബിൻ മോൻ ഹാപ്പിയല്ലേ മോനെ? നീ ഹാപ്പിയല്ലേ? ബിബിൻ മോനെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് അമ്മ പറയുന്നു. ഇത് കേട്ട് മനസ്സലിഞ്ഞ് രംഗൻ ഫോൺ കട്ട് ചെയ്യുന്നു. റൂമിൽ കയറിയ രംഗനാകട്ടെ ആ കോടാലി വലിച്ചെറിഞ്ഞ് ഇനി ഇവരുമായിട്ട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ല എന്ന് അമ്പാനോടും ഗ്യാങ്ങിനോടും ഈ പിള്ളേരോടുമായി പറയുന്നു. ഇവർ 3 പേരുമാണെങ്കിൽ ഇവരെ കൊല്ലുമെന്ന് വിചാരിച്ച് പേടിച്ച് പകച്ചിരിക്കുകയാണ്. നിങ്ങൾ നന്നായി വരും മോനെ എന്ന് രംഗൻ വളരെ ദേഷ്യത്തോട് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും രംഗനോട് സോറി പറയുന്നു. പുറത്തിറങ്ങിയ രംഗനെ കാത്ത് അമ്പാനും ഗ്യാങ്ങും നിൽക്കുന്നുണ്ടായിരുന്നു. കരഞ്ഞ രംഗനെ ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത്. പിറ്റേ ദിവസം സ്കൂളിൽ വന്ന് റിസൾട്ട് നോക്കുന്ന അജുവിനെയും ഗ്യാങ്ങിനെയുമാണ് കാണിക്കുന്നത്. ശാന്തൻ എല്ലാ വിഷയത്തിലും പാസ്സാകുന്നു. എന്നാൽ ബിബിയും അജുവും ഓരോ വിഷയത്തിൽ പൊട്ടുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും കോളേജ് വിട്ട് ഇറങ്ങുമ്പോഴാണ് രംഗനും ഗ്യാങ്ങും അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. രംഗനാണെങ്കിൽ വേറെ ഒരു ഗെറ്റപ്പിലായിരുന്നു. എല്ലാ സബ്ജക്റ്റിലും പൊട്ടിയതറിഞ്ഞ രംഗൻ ഇവരെ ചൂല് കൊടുത്ത് അടിക്കാനായി അമ്പാനെയും ഗ്യാങ്ങിനെയും അവരുടെ പിന്നാലെ പറഞ്ഞു വിടുന്നു. പിന്നാലെ രംഗനും ഓടുന്നു. അതോടുകൂടി സിനിമ അവസാനിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.